2016 ജൂലൈ എത്ര? കുട്ടിമണിയുടെ ജനന സമയം അറിയാത്തതിനാൽ വിവാഹ സമയം കുറിക്കില്ല എന്ന് ജ്യോത്സ്യൻ പറയുന്നു. കുട്ടിമണിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വയലോരത്തേക്ക് പോകാമെന്ന് രാഹുലിന്റെ സഹോദരി. മതികല ഗർഭിണിയാണെന്ന് വിശ്വസിക്കുന്ന വനജ വയലോരം വീട്ടിലെ വേലക്കാരിയായി സീത മാറുമെന്ന് പറയുന്നു. മനസ്സിജൻ കുട്ടിമണിയുടെ ഭർത്താവാണെന്ന കാര്യം കാർത്തിക പറയുന്നു. മതികലയ്ക്ക് കെണിയൊരുക്കാൻ ഒരാളെ തരാമെന്ന് കാർത്തിക. തുടർന്ന് കാണുക. കയ്യിലുള്ള ഒരു പെണ്ണ് വേണം അല്ലേ? ഞാനൊരാളെ തന്നാലോ? അതാരാ? എന്റെ ഒരു ഫ്രണ്ടാ കക്ഷി. കോളേജിൽ പഠിക്കുമ്പോ മിമിക്രിക്ക് യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. ആരുടെയെങ്കിലും ശബ്ദം കേട്ടാ പഠിച്ചെടുക്കാൻ അവൾക്ക് നിമിഷ നേരം മതി. സിനിമാ നടിമാരുടെ ശബ്ദം അനുകരിക്കല അവളുടെ മാസ്റ്റർ പീസ്. മതികലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, ബാക്കി അവള് ഡീൽ ചെയ്തോളൂ. സംഗതി കൊള്ളാലോ ഭായി, ഒന്ന് പരീക്ഷിച്ചാലോ? അതെ, കുട്ടിമണി പോയി. ആ വീട്ടിൽ ഇപ്പൊ തള്ള മാത്രമേ ഉള്ളൂ. ആ വരൂ, എങ്കിൽ സമയം കളയണ്ട. മകേഷേ, ആ വാതിലങ്ങ് അടച്ചേരെ. കുട്ടുമണി തിരിച്ചു വരികയൊറ്റ ചെയ്താൽ ഇവരെ കാണണ്ട. ഓ ശരി മാഡം. കുട്ടുമണിക്ക് ബുദ്ധി വളർച്ച കുറവുള്ളതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും ക്ഷമയും അനുകമ്പയുള്ള മാതാപിതാക്കളെയാ ദൈവം ഇത്തരം കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. പക്ഷേ ഇങ്ങനെയാണ് അവളെന്ന് അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ച നിങ്ങളുടെ ത്യാഗത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. എന്റേത് ത്യാഗമോ അനുകമ്പയോ ഒന്നുമല്ലമ്മേ, മനസ്സ് നിറഞ്ഞ സ്നേഹം മാത്രം. ഒരുപക്ഷെ ഈ ലോകത്ത് ഭാര്യമാരെ ഏറ്റവും അധികം സ്നേഹിക്കാൻ കഴിയുന്ന ഭർത്താക്കന്മാർക്കായിരിക്കും ദൈവത്തിന് പെൺകുട്ടികൾ കൊടുക്കുന്നത് അല്ലേ? ആയിരിക്കും. ഞാൻ കണ്ടിടത്തോളം നിങ്ങൾക്ക് മാത്രമല്ല, അവളെ സ്നേഹിക്കാനുള്ള മനസ്സ് ദൈവം രാഹുലിനും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെറുതെ തോന്നുന്നതാ. കുട്ടിമണി പെങ്ങളുടെ സൗന്ദര്യത്തിലും സമ്പത്തിലുമാണ് അവന്റെ കണ്ണ്. നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. എന്റെ വീട്ടിൽ കക്കാൻ വന്ന കള്ളനല്ലേ നീ? എനിക്ക് മനുഷ്യനുമായിട്ട് മാത്രമേ ഇടപാടുള്ളൂ. പിച്ചള മോഷണമൊക്കെ പണ്ടേ നിർത്തിയമ്മേ. ഇപ്പോ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിറ്റാ ജീവിക്കുന്നത്. ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം, അതാണോ മകേഷ നീ പറഞ്ഞ ആ ജൈവ പച്ചക്കറി? അല്ല, അത് പിന്നെ പിച്ചിലയുടെ പച്ചക്കറിയും ജൈവ പച്ചക്കറി ആണല്ലോ. കീടനാശിനികളോ രാസവസ്തുക്കളോ ഒന്നും തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. മതി മതി പാചകം അടിച്ചത്. ഇനി മര്യാദയ്ക്ക് ഉള്ളത് പറഞ്ഞാൽ മതി, എങ്കിലേ ഞാൻ സഹായിക്കൂ. ആ അമ്മേ, ഞാൻ സത്യം പറയൂ. എനിക്കെന്റെ കുട്ടുവിനെ വീണ്ടെടുക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഞാൻ നിൽക്കുന്നത്. അമ്മയ്ക്കറിയോ, ഞങ്ങളുടെ കുഞ്ഞിന് 6 മാസേ പ്രായമായിട്ടുള്ളൂ. എന്റെ കുട്ടു അവളെ പോലും തിരിച്ചറിയാതെ ആശുപത്രി കിടക്കുമ്പോ മുലപ്പാലല്ല, സ്വന്തം കണ്ണീരാ ഞങ്ങളുടെ കുഞ്ഞുമണി കുടിച്ചിരുന്നത്. കരഞ്ഞു കരഞ്ഞ് കുഞ്ഞിന് ശ്വാസം മുട്ടി. നെഞ്ചി തകർന്ന് ഞാൻ അവളെ വേറൊരു അമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു. രാത്രി കിടക്കുമ്പോ ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് എന്റെ മോളുടെ കരച്ചിൽ. അത് കേൾക്കേണ്ട അവളുടെ അമ്മയോ ഇവിടെ ഒരു അഗ്രഹാരത്തിൽ അന്യപുരുഷൻ പറയുന്ന കള്ളക്കഥകൾ വിശ്വസിച്ച് ജീവിക്കുന്നു. ശരിയാ, പ്രേമത്തിന് കണ്ണില്ലെന്ന് കേട്ടിട്ടില്ലേ? ഇഷ്ടപ്പെട്ട പെണ്ണ് ഭാര്യയാണോ അമ്മയാണോ എന്നൊന്നും ഒരു കാമുകനും നോക്കാറില്ല. അവൻ അവളൊരു പെണ്ണു മാത്രമാണ്. ഇപ്പോ അവനെ അവളെ കൂടെ കെട്ടിച്ചാലോന്ന് വീട്ടുകാർക്ക് ചിന്തയുണ്ട്. അല്ല, അതെങ്ങനെ ശരിയാവും? നിയമപരമായി ഒരു വിവാഹബന്ധം നിലനിൽക്കുമ്പോ എങ്ങനെ രാഹുലിന് കുട്ടിമണിയെ കല്യാണം കഴിക്കാനാവും? തൽക്കാലം ആലോചനയ്ക്ക് മുടക്കം വന്നിരിക്കുക. ഒരു ജ്യോത്സ്യം വന്ന് ആരുടെ പറഞ്ഞു കുട്ടിമണിയെ കലി ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. എന്റെ അമ്മായിയമ്മയ്ക്ക് അതോടെ ഉത്സാഹം കെട്ടു. അമ്മേ, എന്തെങ്കിലും ഉടനെ ചെയ്യണോ അമ്മേ, അല്ലെങ്കിൽ കുഴപ്പമാവും. ഞാൻ എന്താ ചെയ്യേണ്ടത് മോനെ, അത് പറ. ആദ്യം ഞങ്ങൾക്ക് ഈ വീട് വാടകയ്ക്ക് തരണം. പിന്നെ കുട്ടുവിന് എന്നോടുള്ള ദേഷ്യം മാറ്റി തരണം. കുറേശ്ശെയായി അവളുടെ മനസ്സിലേക്ക് എനിക്ക് കടന്നു ചെല്ലണം. വാടകയ്ക്ക് വീട് തരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ നല്ലവനാണെന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്യാം. പക്ഷേ അവളത് വിശ്വസിക്കണമെന്നില്ല. കുട്ടിമണിയെ വിശ്വസിപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലമ്മേ. ഒരു കുഞ്ഞിനെ പോലെ അവളെ കരുതിയാ മതി. മനസ്സിനെ കുറിച്ച് ചില നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലെ ചിത്രം ഒന്ന് മാറ്റി വരച്ചാ മതി. അമ്മയ്ക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്ക് കാർത്തിക പെങ്ങളെ. അതിപ്പോ എന്താ പറയാ, അമ്മ വീൽചെയറിന് വീഴാൻ തുടങ്ങിയപ്പോ മനസ്സിജൻ രക്ഷിച്ചെന്ന് പറയാം. ഈ മഹേഷ് വഴിയിലൂടെ കൊണ്ടുപോകുമ്പോ വണ്ടി ഇടിക്കാൻ വന്നെന്നും
മഹേഷ് പേടിച്ചോടിയെന്നും മനസ്സിജൻ വന്ന് തള്ളി മാറ്റിയെന്നും അത് പറയാം. കൊള്ളാം. ഞാൻ പേടിച്ചോടിയെന്ന് പറഞ്ഞാ അവളെന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കും. ഏയ്, അവള് കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കൊന്നുമില്ല, അങ്ങ് കൊല്ലും, അത്രേ ഉള്ളൂ. അമ്മയൊന്ന് ശ്രമിച്ചു നോക്ക്. ഉം. മനസ്സിജൻ പേടിക്കേണ്ട ഒരാളല്ലെന്ന് അവൾക്ക് തോന്നണം. ഉം. അത് കഴിഞ്ഞേ നിങ്ങൾ തമ്മിൽ കാണാവൂ. ശരി. ആ, അയ്യോ, എനിക്ക് പോവാൻ സമയമായി. നിങ്ങൾ ചെല്ല്. എന്നാണെന്ന് വെച്ചാ വന്ന് താക്കോല് വാങ്ങിച്ചോളൂ. ശരി അമ്മേ. ശരി. പോവാം. പോവാം, വാ. ആ, നമുക്ക് ഇറങ്ങാം മഹേഷേ. ആയിക്കോട്ടെ മാഡം. ഇനിയെങ്കിലും എല്ലാം ഒന്ന് ശരിയായ മതിയായിരുന്നു പിച്ചളെ. അല്ല, നേരത്തെ പറഞ്ഞ മിമിക്രിക്കാരിനെ വിളിച്ചില്ലല്ലോ. ഇനിയൊക്കെ ഞാൻ ഫോണിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്തോളാം. അവളെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കാം. പിന്നെ എന്നെ പോലെ അവളെ കൂടുതൽ നമ്പണ്ട. ആള് കുറച്ച് തരികടയാ. ഇനിയിപ്പോ നമ്മുടെ ഭാഗത്തും വേണ്ടത് കുറച്ച് തരികടകളാ കാർത്തികേ. എല്ലാരും കളം നിറഞ്ഞ് കളിക്കുമ്പോ നിഷ്കളങ്കത കൊണ്ട് പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ശരി, പോ. കിടന്നുറങ്ങുന്ന കണ്ടില്ലേ അവൻ? എന്റെ സാറേ, എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചോ? നിന്നെ വിടാനോ? നീ ഇനി പുറം ലോകമൊന്നും കാണാൻ പോകുന്നില്ല. ഇരട്ട ജീവപര്യന്തം ഉറപ്പാ. അത് തീരുമ്പോഴേക്ക് നിന്റെ ആയുസും തീർന്നിരിക്കും. അങ്ങനെ പറയല്ലേ സാറേ. എനിക്ക് നാട്ടിലെ വായു ശ്വസിക്കാൻ കൊതിയാവുന്നു. നാഗുലിന് ജാമ്യം കൊടുത്തില്ലേ? പിന്നെ എനിക്ക് കൂടെ തന്നാലെന്താ? ഹ, മിണ്ടാതെ വാടാ. നടക്കണം. നടക്കല്ലേ സാറേ? നടക്ക്. എന്റെ പൊന്ന് സാറേ, എത്ര പ്രാവശ്യം എന്നെ ഇവിടെ കയറ്റി ഇറക്കിയതാ? തീരാറായില്ലേ ഇതുവരെ? ശ്ശോ. ഇനി എന്നെ തല്ലരുത് സാറേ. ദേ, ഇടികൊണ്ട് ഒന്നിനും രണ്ടിനും പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി സാറേ. സാരമില്ല, ഒരു റൗണ്ട് കൂടി കഴിയുമ്പോ ബുദ്ധിമുട്ടൊക്കെ മാറിക്കൊള്ളും. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ സാറേ? ദേ, ചൈൽഡ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അറിയാതൊരു കൊച്ചിനെ വാങ്ങിച്ച് ആ സെബിച്ചൻ്റെ കയ്യിൽ കൊടുത്തുപോയി. കാശിന് ഇത്തിരി അത്യാവശ്യമുള്ളതുകൊണ്ട് ഇച്ചിരി ചില്ലറയോ വാങ്ങിച്ചു. അല്ലാതെ ഈ ഗീവർഗീസ് കൊലപാതകയോ കൊള്ളക്കാരനോ ഒന്നുമല്ല സാറേ. കർത്താവാണ് സത്യം. എങ്കിൽ കേസിൽ മാപ്പുസാക്ഷിയാകാനുള്ള വഴി പറഞ്ഞു തരട്ടെ. ഉണ്ടോ? രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഒന്ന് പറഞ്ഞാ സാറേ. താൻ ബാലന്റെ കുഞ്ഞിനെ കൊടുത്തു എന്ന് പറഞ്ഞവന്റെ യഥാർത്ഥ പേര് സിബിച്ചനെന്നല്ല, മാണിച്ചനെന്നാ. പലയിടത്തും പല പേരുകൾ. അതാണ് അവന്റെ ഒരു രീതി. അവൻ കടത്തിയ പല കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ബാലന്റെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. സത്യമായി ഞാൻ കുഞ്ഞിനെ കൊടുത്തത് അവന്റെ കൈ തന്നെയാ. അക്കാര്യം അയാള് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അയാൾ പറയുന്നത് DNA ടെസ്റ്റ് നടത്തിയ കുഞ്ഞ് തന്നെയാ ബാലന്റേതെന്നാണ്. എങ്കിൽ പിന്നെ ആയിരിക്കും സാറേ. ഒരിക്കലുമല്ല. DNA ടെസ്റ്റിൽ കുഞ്ഞ് ബാലന്റെ സീതയുടെ അല്ലെന്ന് തെളിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാ സാറേ? ഗീവർഗീസ് വിചാരിച്ച ചിലപ്പോ അയാളെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റും. എങ്ങനെ? ഞാൻ ഇതിനകത്തായി പോയില്ലേ? അയാളും അതേ ജയിലിലാണല്ലോ. പക്ഷേ ബ്ലോക്ക് വേറെയാണ് സാറേ. ബ്ലോക്കൊക്കെ നമ്മൾ മനുഷ്യര് തീരുമാനിക്കുന്ന കാര്യമല്ലേ. അയാളെ ഞാൻ നിങ്ങളുടെ സെല്ലിൽ എത്തിച്ചു തരാം. തന്ത്രപൂർവ്വം കാര്യം ചോദിച്ച് മനസ്സിലാക്കണം. ഇത്തിരി കൈവിട്ട കളി കളിച്ചാലും എനിക്ക് വിരോധമില്ല. മനസ്സിലായോ? ആ, മനസ്സിലായി. ബാലന്റെ കുഞ്ഞുപോയ റൂട്ട് കണ്ടെത്തിയ എന്നെ മാപ്പുസാക്ഷിയാക്കുമെന്ന് പറഞ്ഞത് വാക്കല്ലേ സാറേ? വാക്ക. ഓ, എങ്കിൽ അവന്റെ പരിപ്പിളക്കിയിട്ടായാലും ഞാൻ സത്യം പറയിക്കും. സാമം ദാനം ഭേദം. അത് കഴിഞ്ഞു മതി ദണ്ഡം. കേട്ടല്ലോ? ഓ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ സാറേ? PC. ഓ, DNA ടെസ്റ്റിൽ തെറ്റുപറ്റാനുള്ള സാധ്യത വളരെ നെഗ്ലിജിബിൾ പെർസെൻറ്റേജേ ഉള്ളൂ. തീരെ കുറവായ ആ സാധ്യത വെച്ച് വീണ്ടും ടെസ്റ്റ് നടത്തുക എന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലാണ്. ബാലന്റെ സീതയുടെയും ബ്ലഡ് വീണ്ടും എടുക്കണമെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെടുത്ത ബ്ലഡ് സാമ്പിൾ ലാബിലുണ്ടല്ലോ. അതൊരിക്കൽ കൂടി പരിശോധിക്കാൻ മറ്റാരുടെ അനുമതി വേണ്ടല്ലോ. അത് നേരാ. ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ശരി സർ. കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെ ആ മാണിച്ചനെ ഗീവർഗീസിന് വിട്ടുകൊടുക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൂടുതലായി എന്തെങ്കിലും അയാൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കാൻ. രണ്ട് കള്ളന്മാരും കൂടെ ഒത്ത് പോലീസിനെ കളിപ്പിക്കാതിരുന്നാ മതി. അതൊന്നുമില്ല സർ. മാണിച്ചൻ ഒരു വലിയ റാക്കറ്റിലെ കണ്ണിയാണെന്ന് ഗീവർഗീസിന് അറിയാം.
ചെറിയ തട്ടിപ്പുകാരനായ തന്നെക്കാൾ വലിയ കുറ്റം ചെയ്ത ആളുമായി അയാൾ കൂട്ടുകൂടില്ല. ഐ എം ഷുവർ. വിശ്വാസം രക്ഷിക്കട്ടെ. വിശ്വാസങ്ങളാണ് രക്ഷിക്കുന്നതും മുന്നോട്ട് നടത്തുന്നതും ഒക്കെ. ബ്ലഡ് സാമ്പിൾസ് റീടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഗീവർഗീസ് ഒരു നല്ല വാർത്ത എത്തിച്ചിരിക്കും. പോടാ. ഹലോ, സുഖം തന്നെ അല്ലേ പിള്ളേരെ പിടുത്തക്കാരാ? അച്ചായ, പല തവണ എന്നെ ചെറിയ ചെറിയ കേസുകൾക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ശരിക്കും പെട്ടു. അറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ രക്ഷപ്പെടാനുള്ള വഴി പോലീസുകാർ തന്നെ പറഞ്ഞു തരും. ഞാൻ ഒരു വിധത്തിൽ തടിതപ്പി നിൽക്കുന്നത് അതുകൊണ്ടല്ലേ. അച്ഛൻ തടി തപ്പിയെന്നോ? എന്നിട്ടെന്താ ജാമ്യം കിട്ടാതെ? ഞാൻ ജാമ്യം വേണ്ടാന്ന് വെച്ചതാ. ബാലന്റെ കുഞ്ഞിനെ കിട്ടാതെ പുറത്തിറങ്ങിയാലേ ആ നകുല എന്നെ വച്ചേക്കത്തില്ല. ഞാൻ മുംതാസ് സാറിനോട് പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ കൂടിക്കോളാന്ന്. പരമസുഖമല്ലേ, നല്ല ഫുഡാ. ഓ എന്റെ അച്ചായ, ബാലന്റെ കൊച്ചിനെ തന്നെയാ നകുലൻ എടുത്തുകൊണ്ട് പോയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. വിവരമില്ലാത്ത പോലീസുകാർ വിശ്വസിക്കുന്നില്ല. ഇല്ലാത്ത സത്യം എങ്ങനെ ഇടികൊണ്ടാ പറയുന്നത്? ഒരു കണ്ണിച്ചോരയില്ലാത്ത വർഗമായി പോലീസുകാരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ മാണിച്ച പറഞ്ഞനുസരിച്ച് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള പിള്ളേരെ മുഴുവൻ കിട്ടിയില്ലേ? അതെല്ലാം സത്യമാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് ഇതും കൂടെ അങ്ങ് വിശ്വസിച്ചാ പോരായിരുന്നോ? അല്ലേ? അതേന്നേ. കാര്യം എന്താന്ന് വെച്ചാ, മറ്റേ പരിശോധനയില് ആ കൊച്ച് അവരുടേതല്ലാന്ന് തെളിഞ്ഞതാ പ്രശ്നമായത്. അത് വല്ല മിഷൻ കംപ്ലൈന്റും ആയിരിക്കും. എത്രയൊക്കെ തെറ്റുപറ്റാമല്ലോ. അതവിടെ എന്നോട് പറ, ബാലന്റെ കുഞ്ഞിനെ നീ ആർക്കാ കൊടുത്തത്? സത്യമായിട്ടും അവനെ തന്നെയാ നകുലം കൊണ്ടുവന്നത്. ഓ വെറുതെ പുളു. എനിക്കറിയാം, ഒരുപാട് വേണ്ടപ്പെട്ട ആർക്കുമാണ് നീ ആ കുഞ്ഞിനെ കൊടുത്തത്. അതാ പറയാൻ ഇത്ര മാടി? അല്ല ചായ, ഇത്രയും നാളും ഞാൻ തന്നെ അവനെ വളർത്തിയത്. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും വിറ്റിട്ട് ഇവനെ മാത്രം നീ വളർത്തിയെന്ന് പറയുന്നത് എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. അയ്യോ, എന്ത് മക്കളെ? വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. എന്റെ ക്ഷീണം ഞാനൊന്ന് മാറ്റി തരുന്നുണ്ടടാ. അറ്റ കൈ പ്രയോഗം പുറകെ വരുന്നുണ്ടടാ. സീതയെടുത്തി. ആ ഇവിടെ നിൽക്കുമായിരുന്നോ? അതെ, എന്റെ ഫോണ് ഇനി എനിക്ക് തിരിച്ചു കിട്ടത്തില്ലേ സീതയെടുത്തി? കിട്ടും. ബാലേട്ടനെ ആരോടൊക്കെയോ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. അല്ല, ഫോൺ തിരിച്ചു തന്നാ പൊയ്ക്കോളാന്ന് ഞാൻ സമ്മതിച്ചതുകൊണ്ടേ എത്രയും വേഗം അത് തന്ന് എന്നെ ഒഴിവാക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. ആ ഫോൺ മറ്റാരുടെയെങ്കിലും കയ്യിലെത്തിയാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഞാനതിന്ന് കുഴപ്പക്കാരെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെന്താ? അല്ല, എന്താ സീതയെടുത്തി അങ്ങനെ ചോദിച്ചത്? അല്ല, ഫോൺ കിട്ടാത്തതിലേ നിനക്കൊരു വെപ്രാളമുള്ള പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചത്. ഓ, വെപ്രാളോ? എനിക്കോ? ഷോ, അതൊക്കെ സീതയെടുത്തിക്ക് വെറുതെ തോന്നുന്നതന്നേ. അതെ, എന്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ, ഓരോരോ ആഹാരങ്ങളൊക്കെ തിന്നാൻ നല്ല കൊതി. അതെ, ഇപ്പൊ തന്നെ എനിക്കൊരു മസാല ദോശ കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഫോണുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ മസാല ദോശ ഇവിടെ എത്തുമല്ലോ. അപ്പച്ചിയമ്മയുടെ അപ്പച്ചിയമ്മ അപ്പച്ചിയപ്പനോടൊപ്പം സപ്താഹം കേൾക്കാൻ പോയേക്കുവാ ബാലേട്ടാ. ഇനി എല്ലാ പ്രാർത്ഥനയും എന്റെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നീ കുടിക്കാത്തിരി വെള്ളം എടുക്കും. അതെ, എന്റെ മൊബൈൽ ഇതുവരെ കിട്ടിയില്ലേ ബാലേട്ടാ? കിട്ടുമ്പോ ഉടനെ അങ്ങ് തരും, എന്നാലല്ലേ ഈ മാറിന് ഒഴിയുള്ളൂ. അത് നേരാ. എത്രയും വേഗം കിട്ടിയാ അത്രയും വേഗം ഞാൻ അങ്ങ് പോവും.
വെള്ളം. അതെ, ബാലേട്ടന്റെ ഈ ഫോണേ ഇതേത് മോഡലാ? അതിപ്പോ നിനക്ക് അറിയണോടി, കേറിപ്പോടിയത്ത്. അല്ലെങ്കിൽ വേണ്ട, ഞാനങ്ങ് പോയേക്കാം. സീതടത്തി, അതെ, ബാലേട്ടന്റെ ഫോണൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു മസാല ദോശ വിളിച്ചു പറയായിരുന്നു. മിണ്ടാതിരുന്നോ? ഇനി അതും പറഞ്ഞങ്ങോട്ട് ചെന്നാലേ ബാലേട്ടൻ എന്നെ ഓടിക്കും. ഫോൺ എടുക്കുന്നത് ബാലേട്ടൻ അറിയണ്ടെന്നേ. സീതടത്തി സൂത്രത്തിലെടുത്ത് തന്നാ മതി. ഓ അല്ല, ബാലേട്ടന് ഉച്ചയ്ക്കൊരു മയക്കം പതിവാണല്ലോ, ആ സമയത്ത് മതി. കലേ, ദേ നീ ആവശ്യമില്ലാത്തൊന്നും എന്നോട് പറയണ്ട. ഞാൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല. നിന്റെ പണി നോക്കി പോയേ. അതെ, പ്ലീസ് സീതടത്തി, പ്ലീസ്. മസാല ദോശ തിന്നാൻ അങ്ങ് കൊതിയായിട്ടാ. സീതടത്തി എന്റെ അവസ്ഥ അനുഭവിച്ചിട്ടുള്ളതല്ലേ. ഒരു ഗർഭിണിയുടെ മിനിമം ആവശ്യമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഈ സമയത്ത് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാലേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആഗ്രഹമാ. ആ കുഞ്ഞ് ഇവിടുത്തെ ചോരയല്ലേ. അതിനെ നിരാശപ്പെടുത്തുന്നത് ശരിയാണോ? ബാലശാപം കിട്ടും. പറഞ്ഞേക്കാം. അതെ, ഒരേ ഒരു മിനിറ്റ് അത്രയും മതി. ഫോണിൽ 1 മിനിറ്റ് സംസാരിച്ചാ മതി. എന്റെ പൊന്ന് സീതടത്തിയല്ലേ, പ്ലീസ് പ്ലീസ്. നോക്കട്ടെ, പക്ഷേ അപ്പച്ചിയമ്മൊന്നും അറിയരുത്. ഇല്ല സീതടത്തി, ഞാൻ ആരോടും പറയില്ല. എന്തായാലും ഉച്ച കഴിയട്ടെ, ഞാൻ ശ്രമിക്കാം. മതി മതി, അത് മതി. ഒരു കാലത്ത് എന്തെല്ലാം വിഭവങ്ങൾ നിരത്തിയിരുന്ന ഡൈനിങ് ടേബിളായത്. ഇപ്പൊ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. വരും ഒരു നല്ല ദിവസം. നീ ആരോടാ ഈ വർത്താനം പറയുന്നേ? ഈ ഡൈനിങ് ടേബിളിനോടാ മാഡം. വെറുതെ തുടച്ചിടാമെന്നല്ലേ ഉള്ളൂ. എന്നാ ഇനി ഇതൊന്ന് നിറഞ്ഞു കാണുന്നേ. നമ്മുടെ നല്ല കാലം തിരിച്ചു വരും ശീലാവതി. നിന്റെ മതികലാ മേഡത്തിന്റെ ഗർഭം ഒന്ന് വളർന്നോട്ടെ. അതെന്താ മാഡം, മതികല മാഡം ഗർഭം ധരിച്ചിരിക്കുന്ന വല്ല പണപ്പെട്ടിയുമാണോ? ഒരു കൊച്ചു പണപ്പെട്ടി തന്നെയാ അവളുടെ വയറ്റില്. പണപ്പെട്ടി വയറ്റിൽ വരണമെങ്കിൽ അതെന്തായിരിക്കും? എരപ്പേ, തോന്നിവാസം പറയുന്നു. ഇതാ നിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇത്തിരി സൗമ്യമായിട്ട് നിന്നോട് സംസാരിച്ചു പോയാ നീ അപ്പ തലേ കയറും. സോറി, ഞാൻ എന്റെ ആകാംക്ഷ കൊണ്ട് ചിന്തിച്ചു പോയതാ മാഡം. ശരി ശരി. നീ ഒരു കാര്യം ചെയ്യ. നീ ഈ വള കൊണ്ടുപോയി പണയം വെച്ചിട്ട് വാ. 3 പവനുണ്ട്. 50,000 രൂപയെങ്കിലും വേണോന്ന് പറയണം. ശരി മാഡം. ഫോൺ ബില്ലും കറണ്ട് ബില്ലും അടക്കം സകലതും കുടിശ്ശികയാ. പുരികം പ്ലക്ക് ചെയ്യാൻ പോലും കാശില്ല കയ്യില്. പാവം എന്റെ മാഡം. വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങളും വാങ്ങിച്ചോ. എന്റെ 2 മാസത്തെ ശമ്പളം അത് ഞാൻ പിന്നെ തരാം ശീലാവതി. എന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി 500 രൂപയെങ്കിലും തിരിച്ചു തരണം. അത് ഞാൻ തരാം. പോകാൻ റെഡിയാവ്. ചെല്ല. അഷ്ടിക്ക് വകയില്ല. എന്നിട്ടും പണയം വച്ചവള് പ്ലക്ക് ചെയ്യാൻ നടക്കുന്നു. 3 പവൻ. നിനക്കിട്ട് ഞാനൊരു ചിമിട്ടം പണി തരുന്നുണ്ടോ ഈ പൂതനെ.
കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് സെന്റിമെന്റ്സ് അടിച്ചതുകൊണ്ട് മാത്രം ഞാനിത് ചെയ്യുന്നത്. വേഗം വിളിച്ചിട്ട് ഫോണിങ്ങിതാ. ശരി. അല്ല, ഈ മസാല ദോശയുടെ കാര്യം പറയാനേ കാറ്ററിംഗ് സർവീസിന്റെ നമ്പർ അറിയില്ലല്ലോ സീതെടുത്തി. അതിനിപ്പോ എന്താ? അമ്മയെ വിളിച്ചു പറയാം ഒരു മസാല ദോശ ഓർഡർ ചെയ്യാൻ അല്ലേ? എന്തോന്ന് വെച്ചോ ഒന്ന് വേഗം ആവട്ടെ. ബാലേട്ടൻ ഉണർന്ന പ്രശ്നം. ശരി ശരി, വിളിക്കാം. ധൃതി വെക്കല്ലേ സീതെടുത്തി. ഏത് കാറ്ററിംഗിന്റെ മസാല ദോശയാ വേണ്ടേന്നൊന്ന് ആലോചിക്കട്ടെ. അമ്മയെ വിളിക്കാം. അരവലാതി ബാലനായിരിക്കും വിളിക്കുന്നത്. മതിയുടെ ഫോൺ കിട്ടിയിട്ട് വിളിക്കായിരിക്കും. എന്തായി ബാല, എന്റെ മോളുടെ മൊബൈൽ കിട്ടിയോ? അയ്യോ അമ്മേ, ഇത് ബാലേട്ടനല്ല, ഞാനാ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? അയ്യോ സുഖം അമ്മേ, എല്ലാവർക്കും സുഖമാ. അതെ, സീതെടുത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എങ്കി ഇങ്ങോട്ടൊന്നും പറയണ്ട. നിന്റെ നമ്പറിൽ ഞാനിപ്പോ വിളിച്ചിരുന്നു, ഇതുവരെ കിട്ടിയില്ല. നീ പേടിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല മോളെ. വേഗം കാര്യം പറഞ്ഞിട്ട് ഫോൺ തിരിച്ചതാ. അതെ അമ്മേ, എനിക്ക് ഒരു മസാല ദോശ തിന്നാൻ വല്ലാത്തൊരു കൊതി. ശിവാസ് കാറ്ററിംഗിൽ വിളിച്ചു പറഞ്ഞാലേ ഇവിടുത്തെ അഡ്രസ് കൊടുത്താ ഇവിടെ കൊണ്ടുവന്ന് തന്നോളും. ശിവാസ് കാറ്ററിംഗോ? അമ്മയ്ക്കറിയില്ലേ, അങ്ങ് മധുരയിലൊക്കെ ബ്രാഞ്ചുള്ള ശിവാസ് കാറ്ററിംഗ്? ശിവയെ ഞാൻ വിളിക്കണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെ. അവിടുന്ന് വാങ്ങിച്ചാ മതി കേട്ടോ. ശിവയെ വിളിച്ചിട്ട് ഇപ്പൊ എന്താ പറയേണ്ടത്? ആരെങ്കിലും തീർക്കണം? കറക്റ്റ് അമ്മേ, അത് തന്നെ. ഇനി നീ തീർക്കേണ്ട ആളുടെ പേരൂടെ പറ. അപ്പച്ചമ്മയോട് പറഞ്ഞ മസാല ദോശ കൊണ്ടാക്കി തരും. പക്ഷേ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ. ഏറ്റുമോളെ, ഞാൻ സഞ്ജുവിനെ വിളിച്ച് ശിവയെ ട്രേസ് ചെയ്യാൻ പറയാം. പോരെ? മതി അമ്മേ, മതി. വെക്കമ്മ. അതെ, സീതടുത്തേക്ക് കരുണ തോന്നിയാ ഞാൻ ഇനിയും വിളിക്കാം കേട്ടോ. ഓ ശരി മോളെ. ശരി, അതപ്പോ തന്നെ. വലിയ താമസമില്ലാതെ ഉടനെ ഒരു മസാല ദോശ കിട്ടും. ഒപ്പച്ചിത്തള്ളക്ക് ശിവാസ് കാറ്ററിംഗ് സർവീസിന്റെ വക. ശിവയുടെ നമ്പർ നിലവിലില്ലെന്നാണല്ലോ പറയുന്നത്. പുതിയ നമ്പര് സഞ്ജുവിന് അറിയായിരിക്കും. വിളിക്കാം. മാഡം, മാഡം, എന്നാലും എന്നോട് ഈ കൊലച്ചതി ചെയ്യണ്ടായിരുന്നു. എന്തു പറ്റി? പണയം വയ്ക്കാനായി എന്തിനാ എന്റെ കയ്യിൽ മുക്കുപണ്ടം തന്നത്? മുക്കുപണ്ടമോ? അതെ, ബാങ്കുകാർ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു വിധത്തിൽ അവരുടെ കാല് പിടിച്ചാ ഞാൻ തടി തപ്പിയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ വള എവിടെ? ഇതാ മാഡം. ഞാൻ തന്നു വിട്ടപ്പോ വളക്ക് ഇത്രയും തിളക്കമില്ലായിരുന്നല്ലോ. അത് പിന്നെ ബാങ്കുകാരെടുത്തിട്ട് ഉരയ്ക്കല്ലായിരുന്നോ, അതാ തിളക്കം കൂടിയത്. ഇനി വള മാറിപ്പോയതോ മറ്റോ ആണ്? അല്ലെന്നേ, അവരുരച്ചത് ഈ വള തന്നെയാ മാഡം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവര് ശരിക്കും പരിശോധിച്ചോ? മാഡത്തിന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പരിശോധിക്കാം. ഇത് മുക്കുപണ്ടം തന്നെയാ. ഞാനും മതികലയും കൂടെ പോയാ ഈ വളകൾ വാങ്ങിയത്. ഇനി ചിലപ്പോ ജുവലറിക്കാരായിരിക്കും കളിപ്പിച്ചത്. തട്ടിപ്പ് പല രീതിയിലല്ലേ. മാഡം ഒരു കാര്യം ചെയ്യും, ഇതുകൊണ്ട് അകത്ത് വെച്ചിട്ട് വല്ല മാലയോ നെക്ലസോ എടുത്തോണ്ട് വാ, ഞാൻ കൊണ്ടുപോയി പണയം വെക്കാം. എന്തായാലും പണയം വെച്ചേ പറ്റൂ. കാശിന് ഭയങ്കര ടൈറ്റാ. പെട്ടെന്ന് എടുത്തോണ്ട് വാ മാഡം. പണിയേറ്റു. 3 പവൻ ഒറ്റയടിക്ക് രൂപ 72,000 എന്റെ അക്കൗണ്ടിൽ വന്നു. ഭഗവാനേ, താടക കൊണ്ടുവരാൻ പോകുന്ന സ്വർണത്തിനും ചേരുന്ന മുക്കുപണ്ടം തന്നെ അനുഗ്രഹിക്കണേ.
അച്ഛനെന്താ ഒരു ടെൻഷൻ പോലെ? ടെൻഷൻ പോലെയല്ല, ടെൻഷൻ തന്നെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ പെങ്കൊച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ പറയില്ലല്ലോ. നകുലെണ്ണം കൊണ്ടുവന്ന അലവലാതി കൊച്ചു തന്നെയാ സീതേച്ചിയുടെ കുഞ്ഞെന്നോലും പറഞ്ഞോണോ? ഏയ്, അങ്ങനൊന്നും പറഞ്ഞു കാണില്ല. ഞാനൊരു അഭിപ്രായം പറഞ്ഞ അമ്മ കേക്കോ? പിന്നെന്താ, എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ലല്ലോ. നീ ധൈര്യമായിട്ട് പറഞ്ഞു. ഇനി നകുലെണ്ണം കൊണ്ടുവന്ന തന്നെയാ സീതേച്ചിയുടെ കുഞ്ഞെങ്കി കുഞ്ഞുമണി നമുക്ക് കിട്ടാൻ ഒരു വഴിയുണ്ടമ്മേ. എന്ത് വഴി? ആ കൊച്ചിപ്പോ അനാഥാലയത്തിലാണല്ലോ, അതിന് നമുക്കിങ് ദത്തെടുത്താലോ? തെണ്ടി കൊച്ചിനെ ദത്തെടുത്തിട്ട് എന്ത് ചെയ്യാനാ? എന്റെ അമ്മേ, ആ കൊച്ചി ഈ വീട്ടിലാണെന്ന് വിചാരിച്ചു. ആ, അപ്പോഴാ സീതേച്ചി അറിയുന്നത് അതാണ് സീതേച്ചിയുടെ കുഞ്ഞെന്ന്. ഇതും വിചാരമാണേ. ശരി, അതും വിചാരിച്ചു. ആ, അറിയുമ്പോ ആ ദരിദ്രവാസി കൊച്ചിനെ വാങ്ങാൻ സീതേച്ചി ഇങ്ങോട്ട് വരില്ലേ? ആ, വരും. ആ, അന്നേരം നമ്മള് പറയും കുഞ്ഞുമണിയെ തന്നാ ഈ കൊച്ചിനെ തരാന്ന്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. പിന്നല്ലാതെ എത്ര പേര് ഞാൻ ഏഷ്യനെ കൂട്ടി തമ്മി തല്ലിച്ചിട്ടുണ്ട്. അതൊക്കെ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? അമ്മ ചെന്ന് അച്ഛനോട് ഈ ബുദ്ധി പറ. അതിന്റെ ക്രെഡിറ്റ് അമ്മയ്ക്കിരിക്കട്ടെ. ഹലോ നകുലന, CA മുംതാസിനെ കണ്ടോ? തൽക്കാലം നീ പേടിക്കേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്താ? അവരുടെ സംസാരം കേട്ടിട്ട് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. DNA റിസൾട്ടിന്റെ കാര്യത്തിൽ അവർക്കെന്തോ സംശയമുള്ളതുപോലെ. എന്ത് സംശയം? അതെനിക്കറിയില്ല. എൻ്റെ കേസിൽ നകുലിനെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാ അവർ പറഞ്ഞത്. നാളെ ഉൾപ്പെടുത്തില്ല എന്നവർ പറയുന്നുമില്ല. അത് ചിലപ്പോൾ അവരുടെ അടവായിരിക്കും. കുഴപ്പമില്ലാന്ന് തോന്നി ഞാനങ്ങ് വരുമ്പോ എളുപ്പം അറസ്റ്റ് ചെയ്യാലോ. ആ, അത് നേരാ. എന്തായാലും ഇങ്ങോട്ട് വരണമോ ഒളിവിൽ തന്നെ തുടരണമോന്ന് നീ തന്നെ ആലോചിച്ച് തീരുമാനിക്കും. ആ, ശരി. നിങ്ങൾ എന്തായാലും ജയിലിൽ ചെന്ന് ചന്തുവിനൊന്ന് കാണും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ആ, ശരി. അതെ, എന്തിനാടി ഇളിക്കുന്നത്? അല്ല, ഞാനൊരു അഭിപ്രായം പറയാൻ വന്നതാ. ആ, പറഞ്ഞോ. നകുലം കൊണ്ടുവന്ന കുഞ്ഞ് എന്തായാലും അനാഥാലയത്തിലല്ലേ, അതിനെ നമുക്കങ്ങ് ദത്തെടുത്താലോ? എന്താടി നീ കുഞ്ഞിനോളത്തെ മുട്ടി നിൽക്കുകയാണോ? ഒരു ദത്ത് അടിച്ച് കരണം പോയിക്കും ഞാൻ. ഓടി പിത്തക്കാടി. നിന്റെ ഉദ്ദേശം നിന്റെ മോൾ എന്നോട് പറഞ്ഞടി. സ്വന്തം തള്ളക്കിട്ട് തന്നെ പണിഞ്ഞു അല്ലേടി? ചുമ്മാതല്ല ഗതി പിടിക്കാത്തത്. ആസത്ത് എന്റെ അമ്മേ, ഈ ബാഗ് നിറച്ച് സ്വർണ്ണമാണോ മാഡം? നിറച്ചും സ്വർണ്ണമല്ല, പക്ഷെ എന്നാലും എന്റെ സ്വർണം മുഴുവനും എടുത്തു. ഇങ്ങ് തന്നേക്കും മാഡം, ഞാൻ കൊണ്ടുപോയി പണയം വെക്കാം. ഞാൻ തന്നെ കൊണ്ടുപോയി പണയം വെച്ചോളാം. ആദ്യം ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി സ്വർണം തന്നെയാണോന്ന് പരിശോധിക്കണം. കളിപ്പീര് പറ്റിയത് എവിടെന്നാണെന്ന് അറിയണമല്ലോ. നിന്നെയും വിശ്വസിക്കാൻ കൊള്ളിലടി ജന്തു. മാഡം, ഞാൻ ജന്തു ഒന്നുമല്ല. ആ, സഞ്ജു, നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഡാ, എനിക്ക് ശിവയുടെ നമ്പർ ഒന്ന് വേണം. എന്ത് കേക്കാൻ നിൽക്ക പോകത്ത് ജന്തു. അതിവിടെ പറഞ്ഞതാ. നീ ശിവയെ വിളിക്ക. കൊട്ടേഷൻ ഉണ്ടെന്ന് പറ. വേറെ ആരുമല്ല, വയലോരൻ വീട്ടിലെ ആ കുപ്പച്ചി തള്ളയാണ്. അവര് മതികലയ്ക്ക് സൗകര്യം കൊടുക്കുന്നില്ല. ആർക്കിട്ടോ പണി വരുന്നുണ്ടല്ലോ. അവരിനി ഈ ഭൂമിയിൽ വേണ്ടാന്ന് പറ. വൃത്തികെട്ട ആ സ്ത്രീ കാരണം ആകെ കുഴപ്പങ്ങളാ. ആ ജന്തു തീരട്ടെ. എന്തു? അപ്പൊ പണി എനിക്കിട്ട് തന്നെയാ. പച്ചക്കറി വാങ്ങാനോ അമ്പലത്തിൽ പോകാനോ മറ്റോ പുറത്തിറങ്ങുമല്ലോ. ഒരു പാണ്ടിലോറി കയറ്റി അങ്ങ് തീർക്കണം. ചതഞ്ഞറിഞ്ഞ് റോഡിൽ കിടക്കണം. ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റാതെ. ഈശ്വരാ, ദുർമരണമാണല്ലോ വരാൻ പോകുന്നത്. കാശൊരു പ്രശ്നമല്ല, എങ്ങനെയും ഞാൻ ഉണ്ടാക്കും. അത്രയ്ക്ക് സഹി കിട്ടു. അതാ ശരി, അവനോട് പറഞ്ഞേക്ക്. ശീലാവതി. എന്തോ? എന്താ മാഡം? എന്താ മാഡം? ആ, പച്ചക്കറിയോ മറ്റോ വാങ്ങണമെങ്കിൽ എന്റെ കൂടെ പോന്നു. മാർക്കറ്റിലിറക്കാം. വേണ്ട, പച്ചക്കറി ഒന്നും വേണ്ട. സാധനങ്ങളൊക്കെ തീർന്നു നീയല്ലേ പറഞ്ഞേ? സാരമില്ല, തീർന്നോട്ടെ.
എന്റെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങി. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. പാണ്ടിലോറി എങ്ങനെ ഇതിനകത്ത് കയറുമെന്ന് എനിക്ക് അറിയണമല്ലോ. കുട്ടിമണിയും രാധുവും അമ്മയും അമ്പലത്തിൽ നിന്ന് ഇപ്പൊ തിരിച്ചു വരും. നന്നായി അഭിനയിച്ചോണം. ഒക്കെ മാഡത്തിന്റെ കയ്യിലാ. നീ പോടാ. മനസ്സിനെയും കുട്ടുമണിയെ ഒരുമിപ്പിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. അഭിനയിച്ച് തകർക്കും ഞാൻ. അത് ശരി, എന്നെ കൂടുതൽ മോശക്കാരനാക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഓ ഭഗവാനേ, രക്ഷിച്ചനെ, എനിക്ക് വയ്യ. ജോത്സ്യം പറഞ്ഞ വഴിപാടൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഇനി ഒന്നുകൂടി പ്രശ്നം വെച്ച് നോക്കിയിട്ട് മുഹൂർത്തം കുറിക്കാം, അല്ലേ അമ്മേ? അതെ, ഇനി വേളി വൈകിക്കണ്ട. അയ്യോ, പ്രചനം നോക്കാൻ ജോത്സ്യനൊന്നും വിളിപ്പിച്ചണ്ട. അയാളെ ഉരുട്ടുന്ന ശാനമില്ലേ, അത് എനിക്ക് തന്നാ ഞാനുണ്ടല്ലോ, ഞാൻ അതിനെ ഉരുട്ടി നല്ലൊരു മുഹൂർത്തം പറയാം. നല്ല കഥയായി. പത്രം നോക്കി തീയതി പറയാൻ വേണ്ടിയല്ലേ? അമ്മ, അല്ല അമ്മന്റെ ഇവിടെ വന്നിരിക്കുന്നേ. ഒന്നും പറയണ്ട മോളെ. എന്റെ കാര്യസ്ഥൻ ചമഞ്ഞു വന്ന മഹേഷ് ഉണ്ടല്ലോ, എന്നെ പറ്റിച്ചു. എന്തു പറ്റി അമ്മേ? കാല് ശരിയാക്കാന്ന് പറഞ്ഞു അവൻ എന്നെ വൈദ്യശാലയെ കൊണ്ടുപോയി മോളെ. എന്നിട്ട് തീരുമാനമായി വൈദ്യരെ ഏൽപ്പിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞു. ചികിത്സ കഴിഞ്ഞിട്ടും അവനെ കാണാതെ ഞാൻ അങ്ങ് പേടിച്ചു പോയി. അമ്മ എന്തിനാ അയാളെ വിശ്വസിച്ച് കൂടെ പോയത്? പണ്ടെന്നെ ഗുജറാത്തിൽ കൊണ്ടുപോയിട്ടിട്ട് മുങ്ങിയവനാ. മനുഷ്യപ്പറ്റി തീരെ ഇല്ലാത്തവൻ. എന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് മനസ്സിജ് അവിടെ വന്നു. മനസ്സിജന്റെ മോള് കണ്ടിട്ടില്ലേ? അന്ന് വീട് വാടകയ്ക്ക് എടുക്കാൻ വന്നിട്ട് നീ ഓടിച്ചു വിട്ടില്ലേ അയാള്? മനസ്സിലായി. ആ കള്ളനല്ലേ? അയ്യോ, അയാൾ കള്ളനല്ല മോളെ, നല്ലവനാ. അയാളാ ഒരു കാറ് പിടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്. പാവോ. എന്റെ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തിരുമ്പി തന്നിട്ടാ പോയത്. വിശ്വസിച്ചല്ലേ? ദുഷ്ടനാ, പിടിച്ചോണ്ടോ? ഇല്ല മോളെ, ഒരു സാധു അയാള്. ആരെ ഉപദ്രവിക്കില്ല. ഒരു സാധു? അല്ലെങ്കിൽ ഈ കുട്ടുമണിക്ക് ആൾക്കാരെ കുറിച്ച് ചില മുൻവിധികളുണ്ട്. ഒരാള് ചീത്തയാണെന്ന് ഇവള് വിചാരിച്ചാ പിന്നെ ആ ധാരണ ഒരിക്കലും മാറ്റില്ല. എന്തിനാ മാറ്റുന്നേ? ചീത്തകൾ എപ്പോഴും ചീത്ത തന്നെയാ. അങ്ങനെ അല്ല മോളെ, ചീത്തകളാണെന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാര് ചിലപ്പോ നല്ല ആൾക്കാരായിരിക്കും. ഈ മനുഷ്യൻ അങ്ങനെ ഒരാളാ. ആനാ? അതെ, അയാൾക്ക് നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ ആർക്കാ എതിർപ്പ്? എന്റെ ഭർത്താവിനോ? ആ മഹേഷ അയാളെ കൊണ്ടുവന്നത്. അതേ ഉള്ളൊരു കുറവ്. എതിർപ്പ് കുട്ടിപ്പണിക്കാ. എന്തിനാ മോളെ ആവശ്യമില്ലാതെ നീ ഒരാളെ വിഷമിപ്പിക്കുന്നത്? അയാൾക്ക് ആ വീട് വാടകയ്ക്ക് കൊടുത്താ അമ്മയ്ക്ക് കാശ് കിട്ടില്ലേ? എന്നാ ഞാൻ കൊടുക്ക്, ഞാനൊന്നും പറയുന്നില്ലേ. അയാൾ ഇവിടെ വന്നു കഴിയുമ്പോ ഞാൻ നിനക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. ആള് നല്ലവനാണെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. അയ്യോ, എനിക്ക് ആരെയും പരിചയപ്പെടണ്ട. തീർന്നില്ലേ? തീർന്നില്ല മോളെ, നിനക്ക് ഇത്തിരി ജോലിയൂടെ ബാക്കിയുണ്ട്. എന്താ? എന്നെ തിരിച്ച് ബ്രഹ്മശ്രീ മംഗലത്ത് എത്തിക്കണം. എന്നാ പിന്നെ മനുഷ്യനെ അവിടെ എത്തിച്ച കൂടായിരുന്നോ? അതിന് അയാൾക്ക് ബ്രഹ്മശ്രീ മംഗലം അറിയില്ലല്ലോ. ശരിയാ. ഓ, അത് ഞാൻ അങ്ങ് ഓർത്തില്ല. എന്നാ ഞാൻ തന്നെ അങ്ങ് കൊണ്ടുവിട്ടേക്കാം. മാറ്. പോവാ. സംഗതി ഏറ്റു. ആ റൂട്ട് ക്ലിയറായി. ഒരു ഫുൾ ചിക്കനുള്ള വഴി തെളിഞ്ഞു. അതെ, മര്യാദയ്ക്ക് ചോദിച്ചിട്ട് രക്ഷയില്ല സാറേ. ഞാൻ പേടിനും തുടങ്ങട്ടെ. ആയിക്കോട്ടെ. നിലവിളിയോ ബഹളമോ കേട്ടാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട കേട്ടോ. ലിമിറ്റ് വിടരുത് കേട്ടല്ലോ. ഓ ശരി. മോനെ മാണിച്ച, ഒന്ന് എഴുന്നേക്കടാ. എണീക്കടാ. എന്താ ചായ? നിന്നോട് ഇതുവരെ ഞാൻ മര്യാദയ്ക്ക് കൊച്ചിനെ ചോദിച്ചു, അപ്പൊ നീ തരികിട കളിച്ചു. ഇനി മര്യാദ വിടുകയാ മോനെ. പോലീസുകാരുടെ ഇടിപോലല്ല ഈ അച്ചായന്റെ വീട്ടിൽ. ആന കയറിയ കരിമ്പ് പാടം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇല്ല. അതുപോലെ ആയി പോവും ഈ ശരീരം.
അച്ഛൻ എന്താ ഈ പറയുന്നത്? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. വേണ്ടടാ, ഞാന് നിന്റെയൊക്കെ കെട്ട് പൊട്ടിച്ചവനാ. എന്നെ പോലീസിലെടുത്തടാ. ആണോ? ആ എപ്പോ? ഇപ്പോ. ഇനി പറ, ബാലന്റെ കുഞ്ഞിനെ നീ ആർക്കാ വിറ്റത്? സത്യമായിട്ടും അവൻ തന്നെയാ ഇവൻ. നീ പിന്നെ എല്ലാ പിള്ളേരെ വിറ്റ് നീ എന്നടാ ഈ കുഞ്ഞിനെ മാത്രം വളർത്താൻ തീരുമാനിച്ചത്? അച്ഛയ, ഇനി എന്നെ തല്ലരുത്, ഞാൻ സത്യം പറയാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഇതിന്റെ പേരിൽ ഞാൻ കൊണ്ട് ഇട്ടി മുഴുവൻ നിനക്ക് ഞാൻ തരും. എന്നിട്ടേ നീ വാ തുറക്കാവൂ. ഇനി പറ. എന്താണോ? മിഷൻ കംപ്ലീറ്റ്. ഇവനെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിയേക്ക് സാറേ. എന്നിട്ട് മുംതാസ് മാഡത്തിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ആ ശരി. അയാൾ എന്താ പറഞ്ഞത്? ബാലന്റെ കുഞ്ഞിനെ തന്നെ സാറേ നകുലം കൊണ്ടുവന്നത്. ഇത് പറയാൻ വേണ്ടിയാണോടോ താൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പിടിയിലായ കാലത്ത് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞ് അയാളുടെ സ്വന്തമാണെന്നായിരുന്നു. DNA ടെസ്റ്റിൽ അതല്ലെന്ന് തെളിഞ്ഞപ്പോഴാ കുഞ്ഞ് ബാലന്റെ സീതയുടെ ആണെന്ന് അയാൾ മൊഴി മാറ്റി പറഞ്ഞത്. അവൻ അന്നു മുതൽ ഇന്നു വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ താനും പുറത്തേക്ക് വിളമ്പാണോ? അല്ല മാഡം, കുഞ്ഞിനെ വിൽക്കാത്തതിന് ഒരു കാരണം അയാൾ പറഞ്ഞു. അത് കേട്ടാൽ മാഡത്തിന് മനസ്സിലാവും അത് എന്നാ നടന്നതെന്ന്. എന്താ അത്? കുഞ്ഞിനെ വിൽക്കുന്ന ഒരു ഇടപാടിൽ കൂടി വന്ന ഒരു 5 ലക്ഷം രൂപയെ കിട്ടും. പക്ഷേ 2 വയസ്സ് വരെ വളർത്തിയിട്ട് അവയവങ്ങൾ വിറ്റാൽ ഒരു കിഡ്നിക്ക് മാത്രം 10 ലക്ഷം രൂപ വരെ കിട്ടുമെന്ന്. ചെന്നൈയിലെ ഒരു ഹോസ്പിറ്റലിൽ ഇത്തരം പല ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാ അയാൾ പറഞ്ഞത്. അതിന്റെ ഇടനിലക്കാര് നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന്. 2 വയസ്സ് വരെ വളർത്തിയെടുത്ത കുറഞ്ഞത് 50 ലക്ഷത്തിന്റെ ഒരു ഉരുപ്പടി. അതായിരുന്നു അയാളുടെ കണക്കൂട്ടൽ. അവന്റെ കണക്ക് ഇനി അവൻ ജീവിതത്തിൽ ഒരു കണക്കേ കൂട്ടും. എണ്ണാൻ പോകുന്ന ജയിലഴികളുടെ തീരാത്ത കണക്ക് ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട് മാഡം. ഇനി പരിക്കൊക്കെ ഭേദമായിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഇടിച്ചാൽ മതി. എനിവേ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. താങ്ക്സ് മാത്രം പോരാ, എന്നെ മാപ്പ് സാക്ഷിയാക്കുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. മാപ്പ് സാക്ഷിയാക്കണമെങ്കിൽ ആദ്യം ആ കുഞ്ഞ് ബാലന്റെ തന്നെയാണെന്ന് തെളിയണം. എന്നാലല്ലേ താൻ പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാകൂ. അയ്യോടാ, ഇതെന്താടാ വാടാ, കാര്യം നടന്നു കഴിഞ്ഞപ്പോ ഈ ഗീവർ കേസിന് തടയുകയാണോ? കൂടുതൽ വർത്താനൊന്നും വേണ്ട. ചൈൽഡ് ട്രാഫിക് കേസിൽ തന്നെ പെടുത്താത്തത് തന്നെ മഹാഭാഗ്യം എന്ന് കരുത്. മാപ്പ് സാക്ഷി വന്നിരിക്കുന്നു. PC കാക്കിയിട്ടവന്റെ വാക്കിന് പഴയ ചാക്കിന്റെ വില പോലും ഇല്ലെന്ന് അറിയാമായിരുന്നു. എങ്കിലും ഒരു പെങ്കൊച്ചായതുകൊണ്ട് വാക്ക് പാലിക്കുമെന്നാ കരുതിയത്. ഒക്കെ കണക്കാ. സഹതടവുകാരനെ ആക്രമിച്ചതിന്റെ പേര് ഒരു കേസ് കൂടെ ചാർജ് ചെയ്യുന്നുണ്ട്. എടാ രാഹുല, എഴുന്നേക്ക. എന്തോന്നാ ചേച്ചി ഇത്? 7 മണി കഴിഞ്ഞു. 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് കുട്ടിമണിയെ വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? 7:30 വെളുപ്പിന് എണീറ്റോളാന്ന് ഞാനും പറഞ്ഞതല്ലേ. സമയം 7:30 ആയുള്ളൂ. ഇനി 1/2 മണിക്കൂറിനും കൂടെ ഉറക്കം ബാക്കിയുണ്ട്. 7:30 വെളുപ്പിനെന്ന് പറഞ്ഞാലേ രാവിലെ 7:30 മണി നല്ല അർത്ഥം. അങ്ങോട്ട് എഴുന്നേക്കടാ. എന്തോന്ന് ചേച്ചി ഇത്? ഞാൻ പോയി കുട്ടിമണി വിളിക്കട്ടെ. 8:30 വെളുപ്പിന് എണീറ്റ് അവൾക്ക് ശീലം. ശീലവും ശീലക്കേടും ഒക്കെ മാറ്റിയേ പറ്റൂ. അധികം വൈകാതെ വേളി നടത്തണം. ഉത്തരവാദിത്തങ്ങൾ കൂടുവാ. കുട്ടിമണി എഴുന്നേക്ക്. എഴുന്നേക്ക് കുട്ടിമണി, എഴുന്നേക്ക്. ദേഹത്ത് വെയിലടിക്കുന്നത് വരെയുള്ള ഉറക്കം ഇനി നടക്കില്ല കുട്ടിമണി. ആദ്യം രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. എന്നിട്ട് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം. ഞാനെന്താ ഈ വീട്ടിലെ വേലക്കാരിയാണോ? വേലക്കാരിയൊന്നുമല്ല, വീട്ടുകാരി. ഇതുവരെ നീ ഞങ്ങളുടെ അതിഥിയായിരുന്നു. ഇനി ഇവിടുത്തെ ഉണ്ണിയുടെ വേളിയാവാൻ പോവാ. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തേ പറ്റൂ. എന്നെ പിന്നെ കൊണ്ടുപോവാ ചുമതല, ഞാൻ ഏറ്റെടുക്കാം. ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് തരാൻ പോവാ. ഈ കുടുംബത്തിൽ ജീവിക്കുമ്പോ ഇവിടുത്തെ രീതികൾ അനുസരിച്ച് പെരുമാറണം. ഇനി ബ്രഹ്മശ്രീമംഗലത്തെ അമ്മയുടെ കൂടെ ചുറ്റി നടക്കാനൊന്നും പറ്റില്ല. എന്റെ കൂടെ നിന്ന് ഇവിടുത്തെ ജോലികളൊക്കെ കണ്ടു പഠിച്ചോണം. ഈ വേളി കഴിക്കുന്നത് പണിയാവോ? പിന്നെ എന്താ സംശയം?
വേളി കഴിഞ്ഞാലേ ഈ ചേച്ചി അമ്മയും കൂടെ നിന്നെ ജോലി എടുപ്പിച്ച് ഒരു പരുവാക്കും കുട്ടിമണി. എന്റെ അമ്മോ, എന്നാ പിന്നെ രാഹുൽ എന്നെ വേളി കഴിച്ചേ വേണ്ട എന്റെ അമ്മോ. വേളി തടയാൻ നീ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് രാഹുല. എന്താ അതിന്റെ കാരണം? അല്ല ചേച്ചി, അത് ഞാൻ ചോദിച്ചാ നീ ഉരുണ്ട് കളിച്ച് തടി തപ്പുവെന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ ചോദിക്കാത്തത്. വെറുതെ എന്തിനാ എന്റെ അനിയനെ കൊണ്ട് ഞാൻ കള്ളം പറയിക്കുന്നത്? പക്ഷേ നിന്നെ ഇവളെയും ചേർത്ത് നാട്ടുകാർ ഓരോ കഥകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മറുപടി കൊടുക്കാനെങ്കിലും ഈ വേളി നടത്തിയേ പറ്റൂ. ആ കഥകള് പറയുന്നതാ അലിയനായിരിക്കും. നമുക്ക് അലിയനിട്ട് ഒരു പണി കൊടുത്താലോ? നീ ഇനി ആർക്കും ഒരു പണിയും കൊടുക്കണം. അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി ആയാ മതി. നിന്നെ മാറ്റാൻ എനിക്കറിയാം. കുളിച്ച് ശുദ്ധമായി വേഗം വാ. ചെല്ല. അതെ, ആ ജോത്സ്യം വന്ന് ആരുടെ മറിഞ്ഞെന്നൊക്കെ പറഞ്ഞതോടെ കല്യാണ ആലോചന ഒന്ന് തണുത്തതായിരുന്നു. പിന്നെയും ചൂട് പിടിച്ചു തുടങ്ങി. നമുക്ക് ആരൂടെ ഒന്നൂടൊന്ന് മറിച്ചാലോ? അപ്പൊ പിന്നെ തണുക്കത്തില്ലേ അല്ലേ? അതെ, നീ കുളിയും തേവാറെ കഴിഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലേ, അതാ നല്ലത്. വേളി മുടക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ ഇപ്പൊ ഒരു കുലി എന്റെ വേറെ പണിയുണ്ട്. കുട്ടിമണി, ചേച്ചി വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, പറയുന്നത് അനുസരിക്കും. ചെല്ലേ. ഓ ശരി, എനിക്ക് ഒരു വേളി കുട്ടിമണി എഴുന്നേപ്പിച്ച് കുളിക്കാൻ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഇന്ന് അവളെ കൊണ്ട് മുറ്റത്ത് കോലം ഇടിക്കണം. എന്റെ കയ്യിൽ നിന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ മടിയാ. മടി മാറ്റിയാലേ അവള് നല്ലൊരു ഭാര്യയാവും. വേളി നടത്തണമെങ്കിൽ അവളുടെ ഇല്ലത്തുകാരുടെ അനുവാദം വാങ്ങണ്ടേ? അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് രാഹുലിന് എന്താ ഒന്നും പറയാത്തത്? രാഹുലൻ പറഞ്ഞിട്ട് ഈ വീട്ടിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. വയലോരം ഇല്ല എവിടാന്ന് ചോദിച്ചിട്ട് പോലും അവൻ കിടന്ന് ഉരുണ്ട് കളിക്കുക. കുട്ടിമണിയുടെ ഏട്ടന്മാരെ നമ്മൾ പോയി കാണുന്നത് അവന് ഇഷ്ടമല്ല. അതാ കാര്യം. ബന്ധുക്കളായി കഴിഞ്ഞാൽ എന്തായാലും കണ്ടല്ലേ പറ്റൂ. ബന്ധുക്കളാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരെ കാണുന്നുണ്ട്. അമ്മ ഇത് രാഹുലിനോട് പറയാൻ നിൽക്കണ്ട. എന്റെ ഭർത്താവിനെ കൊണ്ട് വയലോരം ഇല്ല എവിടാന്ന് ഞാൻ അന്വേഷിപ്പിക്കാം. അത് പൊല്ലാപ്പാവും മോളെ. മഹേഷ് പിന്നെ ഇവിടെ പറ്റിക്കൂടും. ഇല്ലമ്മേ, കാര്യം നടന്നു കഴിഞ്ഞാൽ അയാളെ ഞാൻ സൂത്രത്തിൽ ഇവിടുന്ന് പുറത്താക്കിക്കൊള്ളാം. അതെ, ചായ എവിടെ? നീ ഇതുവരെ കുളിക്കാൻ പോയില്ലേ? പല്ല് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചായ കിട്ടിയേ പറ്റൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുളി. അതൊക്കെ ഇന്നലെ വരെ. ഇന്നു മുതൽ കുളിച്ചിട്ടേ ഉള്ളൂ ചായ. അതൊന്നും പറ്റത്തില്ല, എനിക്ക് ചായ വേണം. കൊടുത്തേക്കാം മോളെ. അമ്മ ഒന്ന് വെറുതെ ഇരുന്നേ. ഇവളെ ശരിയാക്കി എടുത്തേ പറ്റും. കുട്ടിമണി പോയി കുളിക്കാൻ. കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനി ഈ വീട്ടിൽ നിന്ന് നിനക്ക് പച്ചവെള്ളം പോലും കിട്ടും. എന്നല്ലേ ഞാൻ അപ്പത്തെ വീട്ടിൽ പോയി താമസിച്ചു. ബ്രഹ്മശ്രീ മംഗളത്തുനിന്നേ നിനക്ക് എന്തായാലും ചായ കിട്ടില്ല. അവിടുത്തെ ആഹാരം വരെ ഇവിടുന്നല്ലേ കൊണ്ടുപോകുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. പോയി കുളിച്ചിട്ട് വാ, എന്നാലേ ഉള്ളൂ ചായ. ചെല്ലും മോളെ. ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയവളല്ലേ നീ. അതിന്റെ കൂടെ ഇന്നലെ വരെയുള്ള ശീലങ്ങളും മറന്നേക്ക്. ഇനി മുതൽ വർത്തമാനകാലത്തിൽ ജീവിക്കും. അതെ, രാഹുലിന്റെ ഭാര്യ ആവാനുള്ളവളാ നീ. ആ പദവി നേടാനുള്ള അർഹത നീ ഉണ്ടാക്കിയെടുക്കണം. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടണം. ശരി, നിങ്ങളൊക്കെ പറഞ്ഞല്ലേ, കുളിച്ചേക്കാം. എന്റെ അമ്മ ഒരു കുളി. കണ്ടോ, നമ്മൾ സ്നേഹത്തോടെ നിർബന്ധിച്ച അവൾ അനുസരിക്കും. ശരിയാ. ഞാൻ മുറ്റം തൂക്കാൻ പോവാമേ. രാധു അവിടെ നിപ്പുണ്ട്. എന്റെ പരിപ്പെടുക്കും. എന്നെ കാത്തോളനെ മാഡം. പേടിക്കാതെ നേരെ നോക്കി വീൽ ചെയർ നിന്നടാ മോളെ. രാവിലെ തന്നെ കുട്ടിമണി വിളിച്ചോണ്ട് പോകുമെന്നാണോ? അല്ല മോളെ, അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇന്ന് മുതൽ എനിക്കും കൂടി ആഹാരം വെച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനാ വന്നത്. ഇതുവരെ ചെയ്ത ഉപകാരങ്ങൾക്ക് ഒന്ന് നേരിട്ട് വന്ന് നന്ദി പറയാമെന്ന് കരുതി. നന്ദിയൊന്നും പറയണ്ട അമ്മേ. ഒരാൾ കൂടി ഇത്തിരി ആഹാരം വെക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ടിനെ കരുതി ആഹാരം വേണ്ടാന്ന് പറയണ്ട. ആഹാരം കൊടുത്തു വിടണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടല്ല മോളെ. എന്റെ വീട്ടിൽ പുതിയ 2 വാടാക്കാർ വരിക. നല്ല ചെറുപ്പക്കാരാ. അവര് എന്നെ എനിക്കുള്ള ആഹാരവും വെച്ച് തരാന്ന് പറഞ്ഞു. പിന്നെ ഒരു സഹായത്തിന് ഇവനും ഉണ്ടല്ലോ. കണ്ടില്ലേ? ഇങ്ങനെ വിശ്വസിക്കണ്ട. വേറെ ആരെങ്കിലും ഇത്തിരി ആഹാരം കാട്ടി വിളിച്ച ഇയാൾ അതിന്റെ പുറകെ പോകും. ആഹാരം കാണിച്ച പോകാൻ ഞാനെന്താ പട്ടിയോ പൂച്ചയോ മറ്റോ ആണോ? വൈദ്യശാലയുടെ മുമ്പ് വിട്ടിട്ട് മുങ്ങിയ അനുഭവം അമ്മയ്ക്കുണ്ടല്ലോ. വൈദ്യശാലയിൽ നിന്നും എന്നെ ഇവിടെ കൊണ്ടാക്കിയ മനസ്സിന് തന്നെ ഞാൻ വീട് വാടാക്കി കൊടുത്തിരിക്കുന്നത് ജാതിയെ. ബ്രാഹ്മൺസ് തന്നെയാണോ അമ്മേ? ജന്മം കൊണ്ടല്ല, പക്ഷേ ബ്രാഹ്മണ്യം മനസ്സിലുള്ളവരാ. ഒരു നല്ല ഉദ്ദേശവുമായി വന്ന് താമസിക്കുന്നവർ.
ആ